നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാനൂർ മാക്കൂൽ പീടികയിൽ CPM BJP സംഘർഷത്തിൽ സ്ഥാനാർത്ഥികൾക്കുൾപ്പെടെ പരിക്ക്. മൊകേരി ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് LDF സ്ഥാനാർത്ഥി റുക്സാനയുടെ വീടിന് നേരെ നടന്ന അക്രമത്തിൽ പ്രതിഷേധിച്ച് നടന്ന പ്രതിഷേധ മാർച്ചിനിടെയാണ് സംഘർഷമുണ്ടായത്. പാറാട്ട് ആഹ്ലാദ പ്രകടനത്തിനിടെയുണ്ടായ അക്രമത്തിൽ അറസ്റ്റ് തുടർന്ന് കൊളവല്ലൂർ പോലീസ്. കഴിഞ്ഞ ദിവസം 5 CPM പ്രവർത്തകർ അറസ്റ്റ് ചെയ്ത പോലീസ് തിങ്കളാഴ്ച 2 പേരെ കൂടി പിടികൂടി. മാക്കൂട്ടം ചുരം ഹനുമാൻ അമ്പലത്തിന് സമീപം ടൂറിസ്റ്റ് ബസ് കത്തിനശിച്ചു. ഡ്രൈവറും ക്ലീനറും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വാർത്തകൾ വിശദമായി. പാനൂർ മാക്കൂൽ പീടികയിൽ CPM BJP സംഘർഷത്തിൽ സ്ഥാനാർത്ഥികൾക്കുൾപ്പെടെ പരിക്ക്. മൊകേരി ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് LDF സ്ഥാനാർത്ഥി റുക്സാനയുടെ വീടിന് നേരെ നടന്ന അക്രമത്തിൽ പ്രതിഷേധിച്ച് നടന്ന പ്രതിഷേധ മാർച്ചിനിടെയാണ് സംഘർഷം ഉണ്ടായത്. BJP പ്രവർത്തകർക്കും സംഘർഷത്തിൽ പരിക്കുണ്ട്. മൊകേരി ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് LDF സ്ഥാനാർത്ഥി റുക്സാനയുടെ വീടിനു നേരെ മുസ്ലിം ലീഗ് നടത്തിയ അക്രമത്തിൽ പ്രതിഷേധിച്ച് LDF നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനിടെയാണ് സംഘർഷമുണ്ടായത്. പ്രതിഷേധ പ്രകടനത്തിനിടയിലേക്ക് RSS പ്രവർത്തകർ വാഹനം ഇടിച്ചു കയറ്റാൻ ശ്രമിച്ചതിനെ തുടർന്ന് മൊകേരി പഞ്ചായത്ത് 11ാം വാർഡ് അംഗം പ്രവീണയ്ക്കും 10ാം വാർഡ് അംഗം സജിഷയ്ക്കും പരിക്കേറ്റെന്ന് CPM ആരോപിക്കുന്നു. അതേസമയം LDF പ്രതിഷേധ പ്രകടനത്തിനിടെ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന BJP പ്രവർത്തകരായ അക്ഷയ്, അദ്വൈത് എന്നിവരെ മർദ്ദിച്ചെന്ന് BJPയും ആരോപിച്ചു. അക്കാനിശ്ശേരിയിലെ കണ്ടോത്ത് ഇസ്മയിൽ, അലൻ എന്നിവർക്കും BJP പ്രവർത്തകരുടെ മർദ്ദനമേറ്റതായും പരാതിയുണ്ട്. ഇതേ തുടർന്ന് മാക്കൂൽ പീടികയിൽ ഏറെ നേരം സംഘർഷാവസ്ഥയുണ്ടായി. റുക്സാനയുടെ വീട് P ജയരാജൻ, KP മോഹനൻ MLA, P ഹരീന്ദ്രൻ എന്നിവർ സന്ദർശിച്ചു. പാറാട്ട് ആഹ്ലാദ പ്രകടനത്തിനിടെ ഉണ്ടായ അക്രമത്തിൽ അറസ്റ്റ് തുടർന്ന് കൊളവല്ലൂർ പോലീസ്. കഴിഞ്ഞ ദിവസം 5 CPM പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത പോലീസ് തിങ്കളാഴ്ച 2 പേരെ കൂടി പിടികൂടി. പൊതുമുതൽ നശിപ്പിച്ച കേസിൽ UDF പ്രവർത്തകരും പ്രതികളാണ്. തിരഞ്ഞെടുപ്പ് ആഹ്ലാദ പ്രകടനത്തിനിടെ പാറാട്ട് നടന്ന അക്രമ സംഭവത്തിൽ 2 CPM പ്രവർത്തകരെ കൂടി പോലീസ് പിടികൂടി. വിവിധ കേസുകളിലായി 50ഓളം CPM പ്രവർത്തകർക്കെതിരെയാണ് കേസ്. ജീവൻ, റനീഷ്, ശ്രീജു, സച്ചിൻ എന്നിവരെ നേരത്തെ കൊളവല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതോടെ കേസിൽ 7 പ്രതികൾ അറസ്റ്റിലായി. പാറാട്ടെ അക്രമത്തിൽ UDF പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൂടുതൽ പേർ അടുത്ത ദിവസം അറസ്റ്റിലാകുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് ഫലമറിഞ്ഞ ദിവസം വൈകിട്ട് പാറാട് ടൗണിൽ ആഹ്ലാദ പ്രകടനത്തിനിടെ UDF LDF പ്രവർത്തകർ തമ്മിലാണ് സംഘർഷമുണ്ടായത്. തുടർന്നുണ്ടായ കല്ലേറിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. സംഘർഷം വ്യാപിക്കുന്നത് തടയാൻ പോലീസ് ലാത്തി വീശുകയും ചെയ്തു. കല്ലേറിൽ പോലീസ് ബസിന്റെ ചില്ല് തകർന്നു. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട സ്കൂട്ടറും കാറും തകർത്തു. നിരവധി വ്യാപാര സ്ഥാപനങ്ങൾക്കും നാശനഷ്ടമുണ്ടായി. പാറാട്ടെ ലീഗ് ഓഫീസിന് നേരെയും അക്രമമുണ്ടായി. പ്രദേശത്തെ CCTVകളും തകർക്കപ്പെട്ടു. പൊതുമുതൽ നശിപ്പിച്ചതുൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. മാക്കൂട്ടം ചുരം ഹനുമാൻ അമ്പലത്തിന് സമീപം ടൂറിസ്റ്റ് ബസ് കത്തിനശിച്ചു. ഡ്രൈവറും ക്ലീനറും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇരിട്ടി വീരാജ്പേട്ട റൂട്ടിൽ മാക്കൂട്ടം ചുരം പാതയിലായിരുന്നു തിങ്കളാഴ്ച പുലർച്ചെ സംഭവം. ഇരിട്ടിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ബസ് പൂർണ്ണമായും കത്തിനശിച്ചു. മാക്കൂട്ടം ചുരം ഹനുമാൻ അമ്പലത്തിന് സമീപം ടൂറിസ്റ്റ് ബസ് കത്തിനശിച്ചു. ഡ്രൈവറും ക്ലീനറും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇരിട്ടി വിരാജ്പേട്ട റൂട്ടിൽ മാക്കൂട്ടം ചുരം പാതയിലായിരുന്നു തിങ്കളാഴ്ച പുലർച്ചെ അപകടമുണ്ടായത്. ഇരിട്ടിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീയണക്കാൻ ശ്രമിച്ചെങ്കിലും ബസ് പൂർണ്ണമായും കത്തിനശിച്ചു. വിരാജ്പേട്ടയിൽ ആളുകളെ ഇറക്കി ഇരിട്ടിയിലേക്ക് തിരിച്ചു വരുന്ന വഴിയാണ് തീപിടുത്തം ഉണ്ടായത്. ഡ്രൈവറും ക്ലീനറുമായിരുന്നു ബസ്സിലുണ്ടായിരുന്നത്. പുക ഉയർന്നത് കണ്ടതിനെ തുടർന്ന് ഇരുവരും പുറത്തിറങ്ങിയതിനാൽ ആർക്കും പരിക്കില്ല. മട്ടന്നൂർ മെരുവമ്പായി സ്വദേശിയുടെ ടൂറിസ്റ്റ് ബസ്സാണ് കത്തിനശിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെന്നാണ് ഫയർഫോഴ്സിന്റെ പ്രാഥമിക നിഗമനം. മമ്പറത്ത് UDF സ്ഥാനാർത്ഥിയെയും ബൂത്ത് ഏജന്റിനെയും മർദ്ദിച്ച സംഭവത്തിൽ 4 CPM പ്രവർത്തകർ അറസ്റ്റ്. ശ്രീജിത്ത്, രഞ്ജിത്ത്, ഫാസിൽ, രൂപേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. മമ്പറത്ത് UDF സ്ഥാനാർത്ഥിയെയും ബൂത്ത് ഏജന്റിനെയും മർദ്ദിച്ച സംഭവത്തിൽ 4 CPM പ്രവർത്തകർ അറസ്റ്റിൽ. ശ്രീജിത്ത്, രഞ്ജിത്ത്, ഫാസിൽ, രൂപേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. വേങ്ങാട് 16ാം വാർഡ് സ്ഥാനാർത്ഥി T ഷീന, ബൂത്ത് ഏജന്റ് നരേന്ദ്രബാബു എന്നിവരെയാണ് ആക്രമിച്ചത്. നരേന്ദ്രബാബുവിന്റെ ജനസേവന കേന്ദ്രവും തകർത്തിരുന്നു.
CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പിണറായി ഇൻസ്പെക്ടർ N. അജീഷ് കുമാറാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. രാഷ്ട്രീയ പ്രശ്നത്തെ വർഗീയമാക്കി വ്യാഖ്യാനിച്ച് കലാപത്തിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് പാറാട് വിഷയത്തിൽ മുസ്ലിം ലീഗ് നടത്തിയതെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. ഹരീന്ദ്രൻ. തൂണേരിയിൽ മുൻപേ നടന്ന സംഭവത്തിന്റെ വീഡിയോയും പാറാട്ട് സംഭവത്തിനോട് കൂട്ടിച്ചേർത്ത് പള്ളിക്ക് നേരെ CPM പ്രവർത്തകരുടെ അക്രമം എന്ന് പ്രചരിപ്പിച്ച് വർഗീയ കലാപത്തിനുള്ള ശ്രമമാണ് മുസ്ലിം ലീഗ് നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം അതിനെ തുടർന്ന് പാറാട്ട് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അക്രമ സംഭവങ്ങളെ മുൻനിർത്തി തികച്ചും വ്യാജമായ പ്രചരണങ്ങൾ സംസ്ഥാന വ്യാപകമായി അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാറാട് ടൗൺ ഉൾക്കൊള്ളുന്ന കുന്നോത്തുറമ്പ് ഗ്രാമപഞ്ചായത്തിലെ 12-ാം വാർഡ് നിലവിലുള്ള പഞ്ചായത്ത് മെമ്പറെ, മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് മെമ്പറെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് പാർട്ടിയുടെ പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായ സഖാവ് KP രാജേഷ് വൻ വിജയം നേടിയത്. തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ CPMൻ്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉൾക്കൊള്ളുന്ന പാറാട്ട് CPMൻ്റെ തറവാടാണെന്നും ആ തറവാട്ടിൻ്റെ മുകളിൽ പച്ചപതാക ഞങ്ങൾ ഉയർത്തുമെന്നും വീരവാദം മുഴക്കിയിരുന്നു മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർ. സോഷ്യൽ മീഡിയ വഴി വ്യാപകമായി ഇത്തരത്തിലുള്ള വീരവാദങ്ങളാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ പ്രചരിപ്പിച്ചിരുന്നത്. എന്നാൽ അതിനെയെല്ലാം തറപറ്റിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗിലെ നിലവിലുള്ള പഞ്ചായത്ത് മെമ്പറെ പരാജയപ്പെടുത്തി ആ വാർഡ് CPM പിടിച്ചെടുത്തത്. ഈ പരാജയത്തിൽ അസഹിഷ്ണുത പ്രകടിപ്പിച്ചുകൊണ്ടാണ് ലീഗിൻ്റെ പ്രവർത്തകന്മാർ 12-ാം വാർഡിലെ വിജയം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള വിജയഘോഷയാത്ര പാറാട്ട് ടൗണിൽ എത്തിച്ചേർന്ന ഘട്ടത്തിൽ അതിൻ്റെ എതിർഭാഗത്ത് നേരത്തെ തന്നെ സംഘടിച്ച് നിൽക്കുകയായിരുന്ന യൂത്ത് ലീഗ് പ്രവർത്തകന്മാർ സംഘടിതമായി പ്രകടനത്തിന് നേരെ കല്ലുകളും കുപ്പികളും മറ്റ് ആയുധങ്ങളുമെല്ലാം പ്രയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. സ്ത്രീകളും കുട്ടികൾക്കും അതുപോലെ മറ്റുള്ളവർക്കും ഗുരുതരമായ പരിക്കുകൾ പറ്റി കൂട്ട നിലവിളി ഉയർന്ന ഘട്ടത്തിൽ പോലും കൂടുതൽ അക്രമാസക്തരായി ആ പ്രകടനത്തിന് നേരെ പാഞ്ഞെടുക്കുകയാണ് ലീഗിൻ്റെ പ്രവർത്തകന്മാർ നടത്തിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച വീഡിയോ ചിത്രങ്ങൾ ഇതിനകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. പ്രമുഖ ചെറുകഥാകൃത്തും നോവലിസ്റ്റും വിഖ്യാത നോവലിസ്റ്റ് M. മുകുന്ദന്റെ ജ്യേഷ്ഠ സഹോദരനുമായ M. രാഘവൻ നിര്യാതനായി. 95 വയസ്സായിരുന്നു. ദില്ലിയിലെ ഫ്രഞ്ച് എംബസിയിലെ സാംസ്കാരിക വകുപ്പിൽ ദീർഘകാലം ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു. മയ്യഴിയിലെ എക്കോൽ സെംത്രാൽ ഏക്കൂർ കോപ്ലമാത്തേറിൽ നിന്ന് മികച്ച രീതിയിൽ ബ്രവേ പരീക്ഷ പാസ്സായ രാഘവൻ മുംബൈയിലെ ഫ്രഞ്ച് കോൺസുലേറ്റിന്റെ സാംസ്കാരിക വിഭാഗത്തിലും ദില്ലിയിലെ എംബസിയിലും ജോലി ചെയ്തു. 1983 എംബസിയുടെ സാംസ്കാരിക വിഭാഗം സെക്രട്ടറിയായി ജോലിയിൽ നിന്നും വിരമിച്ചു. പിന്നീട് മയ്യഴിയിൽ സ്ഥിരതാമസമാക്കിയ അദ്ദേഹം സാഹിത്യരചനയിൽ മുഴുകുകയായിരുന്നു. നനവ്, വധു, സെപ്റ്റംബർ അകലെയല്ല, ഇനിയും എത്ര കാലം തുടങ്ങിയ കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മയ്യഴിയിലെ എഴുത്തുകാരുടെ കൂട്ടായ്മയായ യൂണിയോം ദ് അമിക്കാലിന്റെ പ്രസിഡന്റും മലയാള കലാഗ്രാമത്തിന്റെ ആരംഭകാലം തൊട്ട് പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. പുതുശ്ശേരി സർക്കാർ മലയാള രത്നം ബഹുമതി നൽകി ഇദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. 2008 മികച്ച നോവലിനുള്ള അബുദാബി ശക്തി അവാർഡ് ചിതറിയ ചിത്രങ്ങൾക്ക് ലഭിച്ചു. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വൈക്കം മുഹമ്മദ് ബഷീർ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം തുടങ്ങി ഒട്ടേറെ ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. ഫ്രഞ്ച് അധീന മയ്യഴിയിൽ ഹോട്ടൽ ഉടമയായിരുന്ന മണിയമ്പത്ത് കൃഷ്ണന്റെയും കൊറമ്പാത്തിയമ്മയുടെയും മൂത്ത മകനാണ്. ഭാര്യ അംബുജാക്ഷി, മക്കൾ ഡോക്ടർ പീയൂഷ്, സന്തോഷ്, മരുമക്കൾ ഡോക്ടർ മൻവീൻ, പ്രഭ. സഹോദരങ്ങൾ നോവലിസ്റ്റ് M. മുകുന്ദന് പുറമെ മണിയമ്പത്ത് ശിവദാസ്, M. വിജയലക്ഷ്മി, പരേതരായ മണിയമ്പത്ത് ബാലൻ, കഥാകൃത്ത് M. ശ്രീജയൻ, എഴുത്തുകാരി കൗസല്യ, ദേവകി എന്നിവർ. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ അഡ്വക്കേറ്റ് N. ഷംസീർ, മാഹി MLA രമേശ് പറമ്പത്ത്, KP മോഹനൻ MLA, പുതുച്ചേരി മുൻ ആഭ്യന്തരമന്ത്രി E. വത്സരാജ്, റബ്കോ ചെയർമാൻ കാരായി രാജൻ തുടങ്ങി നിരവധി പ്രമുഖർ അനുശോചനം അറിയിച്ചു.
മേഖലയിൽ ക്ഷേത്രമോഷണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ വിവിധ ക്ഷേത്രം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പാനൂർ മേഖലയിലെ ക്ഷേത്ര കവർച്ച തുടർക്കഥയാവുന്ന പശ്ചാത്തലത്തിലാണ് എലാങ്കോട് ശ്രീ മഹാവിഷ്ണു ഭദ്രകാളി ക്ഷേത്ര പരിസരത്ത് വിശ്വ ഹിന്ദു പരിഷത്ത്, ഹിന്ദു ഐക്യവേദി, ഭക്തജന കൂട്ടായ്മ എന്നിവയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം ചേർന്നത്. ഹിന്ദു ഐക്യവേദി നേതാവ് ടി രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ക്ഷേത്രങ്ങളും ഹിന്ദുവിന്റെ മുതലും എല്ലാം കവർന്നെടുത്ത് ഈ ധർമ്മത്തെയും ഈ പ്രസ്ഥാനത്തെയും ഒക്കെ നശിപ്പിക്കാം എന്ന് വിചാരിക്കുന്ന മൂഢസ്വർഗത്തിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ പിന്തുണ ഇതിനുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സമീപസ്ഥമായ 4-5 ക്ഷേത്രങ്ങളിലെ ഭണ്ഡാരവും ഇതോടൊപ്പം കുത്തി തുറന്ന് ധനാപഹരണം നടത്തിയിട്ടുണ്ട്. ഇവിടെ പൂക്കോത്ത് കല്ലുള്ളപ്പനത്തിൽ ക്ഷേത്രത്തിന്റെ റോഡിലുള്ള ഒരു ഭണ്ഡാരം, പുറ്റുവൻകാവ് അമ്പലത്തിന്റെ ഒരു ഭണ്ഡാരം കവർച്ച ചെയ്യാനുള്ള പരിശ്രമം നടന്നു. 4 ദിവസം മുമ്പേ, 2-3 ദിവസം മുമ്പേ കുന്നോത്തുപറമ്പ് കുയിമ്പിൽ ഭഗവതി ക്ഷേത്രത്തിന്റെ ഭണ്ഡാരം കുത്തി തുറന്നു. നമ്മുടെ ഇവിടുത്തെ ഈ മഠത്തിലെ ഭണ്ഡാരം എടുത്തു. ഇതൊക്കെ കേവലം ധനാപഹരണത്തിന് വേണ്ടി മാത്രമാണോ, പണം കവർ ചെയ്യാൻ വേണ്ടി മാത്രമാണോ, അതിൻ്റെ പിന്നില് നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ടോ? നമ്മുടെ നാട്ടിൽ സമാധാനമായിട്ട് ജീവിക്കുന്ന മതേതര വിശ്വാസികളുടെ ഇടയിൽ സ്പർദ്ധയുണ്ടാക്കാൻ, അവരിൽ ശത്രുതയുണ്ടാക്കാനുള്ള പരിശ്രമത്തിന് പിന്നിലുണ്ടോ എല്ലാം നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എലാങ്കോട് ശ്രീ മഹാവിഷ്ണു ഭദ്രകാളി ക്ഷേത്ര പ്രസിഡന്റ് TH നാണു അധ്യക്ഷനായി. NH നാണു മാസ്റ്റർ, K പ്രകാശൻ, വിജിത് കുമാർ എന്നിവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി.
500 സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തകൾ തുടരുന്നു. ഏറെക്കാലമായി കേരളം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന വിധി നിർണയമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടായിരിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് കെ സൈനുലാബ്ദീൻ സഫാരി. വരാനിരിക്കുന്ന ഭരണമാറ്റത്തിന്റെ മുന്നോടിയായി ഈ ഫലത്തെ കാണണമെന്നും അദ്ദേഹം പറഞ്ഞു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDF-നുണ്ടായ ഈ മുന്നേറ്റം പ്രവാസികൾക്ക് കൂടി അവകാശപ്പെട്ടതാണെന്നും സൈനുലാബ്ദീൻ സഫാരി പറഞ്ഞു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഒരു ഭരണമാറ്റത്തിൻ്റെ തുടക്കമായി നമുക്ക് കാണാം. നാടിൻ്റെ പ്രശ്നങ്ങളിൽ അസ്വസ്ഥമായ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നതിൻ്റെ സൂചന. ഏറെക്കാലം കേരളം ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു വിധിയെഴുത്ത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്നത് വരാനിരിക്കുന്ന ഭരണമാറ്റത്തിൻ്റെ മുന്നേയുള്ള ജനങ്ങളുടെ ഒരു പ്രതിജ്ഞയായി ഈ ഫലത്തെ നമുക്ക് കാണാം. നാടിൻ്റെ പ്രശ്നങ്ങളിൽ അസ്വസ്ഥമായ മനസ്സുകൾ ഒരു മാറ്റത്തെ എത്രത്തോളം തീവ്രമായി ആഗ്രഹിക്കുന്നു എന്നതാണ് ഈ ഫലം. ഈ വിജയം പ്രവാസ ലോകത്തുള്ള സഹോദരന്മാർക്ക് കൂടി അവകാശപ്പെട്ടതാണ്. തങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ഒരു ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാവാൻ വേണ്ടി ദൂരദേശത്ത് നിന്നും ഏറെ പ്രയാസങ്ങൾ സഹിച്ച് വന്ന് വോട്ട് രേഖപ്പെടുത്തിയവരാണവർ. നാട്ടിലെത്തിയ പ്രവാസികളുടെയും നെഞ്ചിലെ സ്പന്ദനം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികൾക്ക് നമ്മുടെ നാടിൻ്റെയും ഇവിടുത്തെ പച്ചയായ മനുഷ്യരുടെയും പ്രതീക്ഷക്കൊത്ത് ഉയരാൻ സാധിക്കട്ടെ. കൂടുതൽ സുഭദ്രവും ശോഭനവുമായ ഒരു ഭാവിയിലേക്ക് നാടിനെ നയിക്കാൻ നിയോഗിക്കപ്പെട്ട പുതിയ സാരഥികൾക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യാശയോടെ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ചാലക്കര ദേശപ്പെരുമയുടെ ഭാഗമായി ചാലക്കര PM ശ്രീ ഉസ്മാൻ ഗവൺമെന്റ് ഹൈസ്കൂളിൽ സൗജന്യ നേത്ര തിമിര പരിശോധന ക്യാമ്പ് നടത്തി. കോഴിക്കോട് ഡോക്ടർ ചന്ദ്രകാന്ത നേത്രാലയയുടെ സഹകരണത്തോടെ നടത്തിയ ക്യാമ്പ് പ്രമുഖ നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ ചന്ദ്രകാന്ത് ഉദ്ഘാടനം ചെയ്തു. ചാലക്കര ദേശപ്പെരുമയുടെ ഭാഗമായി ചാലക്കര PM ശ്രീ ഉസ്മാൻ ഗവൺമെന്റ് ഹൈസ്കൂളിൽ സൗജന്യ നേത്ര തിമിര പരിശോധനാ ക്യാമ്പ് നടത്തി. കോഴിക്കോട് ഡോക്ടർ ചന്ദ്രകാന്ത നേത്രാലയയുടെ സഹകരണത്തോടെ നടത്തിയ ക്യാമ്പ് പ്രമുഖ നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ ചന്ദ്രകാന്ത് ഉദ്ഘാടനം ചെയ്തു. തിമിരമുണ്ടെങ്കിൽ തിമിരത്തിന്റെ ഓപ്പറേഷൻ ആവശ്യമുള്ള രോഗികൾ, അതിന് ആവശ്യമുള്ള രോഗികൾ തയ്യാറാവേണ്ടതാണ്. ഈ വരുന്ന വ്യാഴാഴ്ച വെള്ളിയാഴ്ച നമ്മുടെ വണ്ടി വന്നിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത തിമിരത്തിൻ്റെ രോഗികളെ ഇവിടുന്ന് കൊണ്ടുപോകും. രാവിലെ ഏകദേശം ഒരു 7:30-8 മണിക്ക് വണ്ടി ഇവിടെ എത്തിയിരിക്കും. വ്യാഴാഴ്ച കുറച്ച് പേര്, വെള്ളിയാഴ്ച കുറച്ച് പേര് കൊണ്ടുപോയി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഏകദേശം ഉച്ചയ്ക്ക് 1 മണിക്കോ 2 മണിക്കോ തിരിച്ച് മടങ്ങി കൊണ്ടുവരും. അതുകൊണ്ട് തിമിരത്തിൻ്റെ ഓപ്പറേഷൻ ആവശ്യകത ഉണ്ടെങ്കിൽ താല്പര്യമുള്ള രോഗികൾ സൗജന്യമായിരിക്കും. അതിന് മരുന്നിന് ചെറിയൊരു പൈസ ഉണ്ട്, 150 രൂപ തുള്ളിമരുന്നിന്, ഒരു മാസം ഉപയോഗിക്കുന്ന തുള്ളിമരുന്ന് മാത്രം നിങ്ങൾ വാങ്ങേണ്ടതാണ്. ബാക്കി ചിലവൊന്നും ഉണ്ടാവില്ല. ഓപ്പറേഷൻ ലെൻസ് അടക്കം കണ്ണിനകത്ത് തിമിരത്തിന് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ സാധാരണമായിട്ട് തിമിരം നീക്കിയിട്ട് ഉള്ളിലെ ലെൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇൻട്രോക്കൽ ലെൻസ് എന്ന് പറയുന്നത് ആ ഓപ്പറേഷനാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഓപ്പറേഷൻ ആകുമ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത ഓപ്പറേഷൻ ആവശ്യമുള്ള രോഗികൾ ഇതിനെ നിങ്ങൾ തയ്യാറാവേണ്ടതാണ്. ഡോക്ടർ ഭാസ്കരൻ കാരായി മുഖ്യാതിഥിയായി. KP വത്സൻ അധ്യക്ഷനായി. പായറ്റ അരവിന്ദൻ, K മോഹനൻ, ചാലക്കര പുരുഷു, ആനന്ദ് കുമാർ പറമ്പത്ത്, കുന്നുമ്മൽ ചിത്രൻ എന്നിവർ സംസാരിച്ചു. കുറഞ്ഞ നിരക്കിൽ ഗുണമേന്മയുള്ള കണ്ണടകൾ വിതരണം ചെയ്യുകയും ശസ്ത്രക്രിയ വേണ്ടവർക്ക് കോഴിക്കോട് ചന്ദ്രകാന്ത ആശുപത്രിയിൽ വെച്ച് സൗജന്യമായി ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കാനുള്ള സംവിധാനവും ഏർപ്പെടുത്തും. 100-ലേറെ പേർ ക്യാമ്പിൽ പങ്കെടുത്തു. കരാത്തെ കേരള അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ എറണാകുളത്ത് നടന്ന KKA സംസ്ഥാന കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ വിജയികളായ സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. PM ശ്രീ പന്തക്കൽ KKG HSS ലെക്ചറർ K രേഷ്മ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ എല്ലാവരും കോമ്പറ്റീറ്റേഴ്സ് ആണ്. അതായത് മത്സര ബുദ്ധിയോടുകൂടിയാണ് ഇവിടുത്തെ ഓരോ കുട്ടിയെയും ഇവിടെ ഇൻസ്ട്രക്ടേഴ്സ് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഓരോ ഇപ്പോൾ മാർക്കിൽ വെച്ച് നടന്ന
പരിപാടിയിലും അതുപോലെ കണ്ണൂർ വെച്ച് നടന്ന പരിപാടിയിലും ഇപ്പോൾ ഞാൻ സ്റ്റേറ്റിൽ ആദ്യമായിട്ടാണ് എൻ്റെ മോനെയും കൊണ്ട് അവിടെ പരിപാടി അവതരിപ്പിക്കാൻ പോയത്. അവിടെയും ഞാൻ കണ്ട ആ ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഡോജോയിലെ കുട്ടികൾ അത്രയും നല്ലൊരു സെൽഫ് കോൺഫിഡൻസോട് കൂടെ അവർ മറ്റുള്ളവരുമായിട്ട് ഫൈറ്റ് ചെയ്യുകയും അതുപോലെ കത്തയിലാണെങ്കിലും അവരുടെ ഒരു കോൺഫിഡൻസ് ലെവലിൽ നിന്നുകൊണ്ട് അവർ പരിശ്രമിക്കുന്നുണ്ട്. ആ പരിശ്രമം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നമ്മുടെ ഈ ഡോജോയിലുള്ള ഇൻസ്ട്രക്ടേഴ്സും അതുപോലെ നമ്മുടെ സെൻസായി വിനോദ് കുമാർ സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു എന്താ പറയുക ആ ഒരു കുട്ടികളോടുള്ള ഒരു സ്നേഹത്തോടുള്ള ഒരു പെരുമാറ്റം അത് തന്നെയാണ് അവരുടെ വിജയത്തിൻ്റെ അല്ലെങ്കിൽ വിജയത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കുന്ന കുട്ടികളുടെ ആ കോൺഫിഡൻസ് ലെവൽ ഉയരുന്നത്. അപ്പോൾ ആ ഒരു പ്രത്യേകത ഞാൻ ഇവിടെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം കുട്ടികളിലായാലും ഇൻസ്ട്രക്ടേഴ്സിലായാലും അത് സാറിലായാലും ഞാൻ കണ്ടൊരു പ്രത്യേകതയാണ്. ആരെയും എവിടെയും കാണുമ്പോൾ ആ അത്രത്തോളം താഴ്ന്നു നിന്നുകൊണ്ട് തന്നെയുള്ള ഒരു ബഹുമാനം അത് കുട്ടികളെ ആദ്യം തന്നെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഞാനത് ഇവിടെ വന്ന് കണ്ടതാണ്. അതേപോലെ തന്നെ പിന്നെ നമ്മുടെ ബാക്കിയുള്ള മിക്ക വിദ്യാലയങ്ങളിലും ഇവരുടെ ഇൻസ്ട്രക്ടേഴ്സ് വന്നിട്ട് കുട്ടികളെ സെൽഫ് ഡിഫൻസ് ഫോർ ഗേൾസ് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ഗേൾസിനുള്ള കോച്ചിങ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വന്ന് കണ്ടിട്ടുള്ള ഒരു അനുഭവത്തിലൂടെയാണ് കുട്ടികൾക്ക് ആദ്യം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഈ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഈ വരുന്ന തലമുറയിൽ ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറയുന്നത് പരസ്പര ബഹുമാനം അതുപോലെ സ്നേഹവും സംസ്കൃതിയും ഒക്കെ അവരുടെ ഉള്ളിലേക്ക് പകർത്തിയെടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. അത് ഈ മാർഷൽ ആർട്സായ കരാട്ടെ കൊണ്ട് നമ്മുടെ ഈ ഡോജോയിലുള്ള അല്ലെങ്കിൽ മറ്റു വിവിധ ഡോജോകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സെൻസായി കെ വിനോദ് കുമാർ അധ്യക്ഷനായി. ഏറ്റവും പ്രകടനമായ വിധത്തിലുള്ള വളരെ ടഫായിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ് കരാട്ടെ കേരള അസോസിയേഷൻ. ഈ കരാട്ടെ കേരള അസോസിയേഷന്റെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികളും, ഞാൻ മാത്രം പറയുകയല്ല, നമ്മുടെ കോച്ച് കണ്ണൂർ ജില്ലയിലെ കോച്ചായ സെൻസി അനൂപ് ആലശ്ശേരി, സംഭായി അംഗീതായാലും ശരി, എല്ലാവരും ഏകസ്വരത്തിൽ, പേരൻസ് അടക്കം ഏകസ്വരത്തിൽ പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികളും ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയവരാണെന്ന് തന്നെ പറയുന്നത്. ഈ വർഷം ഞാൻ എന്താണ് പറയാൻ കാരണം എന്ന് പറയുന്നത്, ചെറിയൊരു പോയിന്റിന് മാത്രമേ നമ്മുടെ കുട്ടികൾ എല്ലാവരും തന്നെ സെമിയിലും അതുപോലെ തന്നെ ഫൈനൽ ബൗട്ടിലും എത്താതിരിക്കും. അതിൽ ഒരു പ്രാക്ടീസിന്റെ മികവിന്റെ കുറവാണെന്ന് പറയാൻ പറ്റില്ല. പല ഈവൻസുകളിലും പങ്കെടുത്ത വിദ്യാർത്ഥികൾ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ എന്ന് വേണമെങ്കിൽ പറയാം, അവരൊക്കെ മെഡൽ ധാരികളല്ലാതെ ആയിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ആ ഒരു ചാമ്പ്യൻഷിപ്പിനെ കുറിച്ച് പഠിക്കേണ്ടതായിരുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ മെഡൽ ബൗട്ടിലേക്ക് എത്തിച്ചേരാതിരിക്കുന്നത്? അവിടെ ഒരു ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് നമ്മുടെ കുട്ടികൾ എത്താൻ എന്തോ ഒരു വൈമുഖ്യം, ഒരു പരിശീലന കുറവ് എന്ന് പറയാൻ പറ്റില്ല. അതിന് കുറെ ടെക്നിക്സുകൾ ഉണ്ടാവും. അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ച് അടുത്ത ചാമ്പ്യൻഷിപ്പിലേക്ക് വരുമ്പോഴേക്കും അവരെ മെഡൽ ബൗട്ടിലേക്ക് എത്തുകയും മെഡൽ വിന്നറായി മാറ്റുവാൻ വേണ്ടി നമ്മുടെ ഭാഗത്തു നിന്ന് വളരെയധികം പരിശ്രമം ഉണ്ടാവും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാൻ. സെൻസായി അനൂപ്, സംഭായി അങ്കിത് തുടങ്ങിയവർ സംസാരിച്ചു. ജിയോൺ വിനോദ് സ്വാഗതവും സംഭായി റിയ പ്രശാന്ത് നന്ദിയും പറഞ്ഞു. സ്വർണ്ണ മെഡൽ നേടിയ വേദിക ഷിജിത്ത്, ബ്രോൺസ് മെഡലുകൾ നേടിയ സാഹിൽ രാജേഷ്, സൂര്യദേവ്, റിയ പ്രശാന്ത്, ഋതുപല്ലവി, ഹെമറിൻ വിനീഷ് എന്നിവർക്ക് ഉപഹാരങ്ങൾ നൽകി. കൂടാതെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും പാർട്ടിസിപ്പന്റ് സർട്ടിഫിക്കറ്റുകളും നൽകി.
SYS സാന്ത്വനം ചാലക്കരയുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾക്കായി പള്ളൂർ ടൗണിൽ കുടിവെള്ളം സ്ഥാപിച്ചു. മാഹി MLA രമേശ് പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. പള്ളൂർ SYS സാന്ത്വനം ചാലക്കരയുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾക്കായി പള്ളൂർ ടൗണിൽ കുടിവെള്ളം സ്ഥാപിച്ചു. മാഹി MLA രമേശ് പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൽ മാത്രമല്ല വളരെയധികം വികസന പ്രവർത്തനം നടന്ന മറ്റു പ്രദേശങ്ങളിൽ, മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ എവിടെയാണോ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ പതിയാത്തത്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് 100% പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റാത്ത വിവിധ ആശുപത്രികൾ, വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വിവിധ ആതുരാലയങ്ങൾ, അതേപോലെ തന്നെ പൊതുജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന റെയിൽവേ സ്റ്റേഷനായാലും ബസ് സ്റ്റാൻഡായാലും, അതേപോലെ തന്നെ ഈ തരത്തിലുള്ള തിരക്ക് പിടിച്ച റോഡുകളിലായാലും ചിലപ്പോൾ ചില ആളുകൾക്ക് കുടിവെള്ളം അല്ലെങ്കിൽ വിശ്രമ കേന്ദ്രങ്ങൾ, അങ്ങനെ ശ്രദ്ധിക്കപ്പെടാൻ പറ്റാത്ത ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ടുന്ന കാര്യങ്ങൾ പൊതുപ്രവർത്തകർ എന്ന നിലയിൽ സാമൂഹിക ബാധ്യത, സാമൂഹിക പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിരവധി ഈ തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. അതിൽ വളരെ മഹനീയമായ പ്രവർത്തനമാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ മേഖലയിൽ, മയ്യഴിയ മേഖലയിലും അതേപോലെ തന്നെ നമ്മുടെ ഈ പോണ്ടിച്ചേരിയുടെ ഭാഗമായ മറ്റുള്ള പ്രദേശങ്ങളിലും കേരളത്തിലുമൊക്കെ SYSന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. റുബീസ് ചാലക്കര അധ്യക്ഷനായി. SYS പാനൂർ സോൺ വൈസ് പ്രസിഡന്റ് താജുദ്ദീൻ സക്കാഫി, മുസ്ലിം ജമാഅത്ത് മാഹി സർക്കിൾ സെക്രട്ടറി MN ഹുസൈൻ സക്കാഫി, CPIM തലശ്ശേരി ഏരിയ കമ്മിറ്റി അംഗം വടക്കൻ ജനാർദ്ദനൻ, മാഹി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സത്യൻ കേളോത്ത്, മയ്യഴിക്കൂട്ടം സെക്രട്ടറി ജിനോസ് ബഷീർ, പ്രേമൻ എന്നിവർ സംസാരിച്ചു. SYS സാന്ത്വനം ചാലക്കര കൺവീനർ ഫൈസൽ ഹാജി ആമിന സ്വാഗതവും ചാലക്കര മഹല്ല് ജനറൽ സെക്രട്ടറി അബ്ദുൽ ഖാദർ വട്ടക്കണ്ടി നന്ദിയും പറഞ്ഞു. ഷംസീർ കാരായിൻ്റെവട, ICF പ്രവർത്തകരായ റഹീസ് റുഷ്ബാനാസ്, റക്കീബ് റംസീനാസ്, SSF പ്രവർത്തകരായ നിഹാൽ ചന്തക്കണ്ടി, റഫ്ഷാദ് എന്നിവർ നേതൃത്വം നൽകി. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി.
ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് പക്ഷേ ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. മന്നം മെമ്മോറിയൽ NSS കരയോഗ കുടുംബ സംഗമം പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിൽ നടന്നു. കരയോഗം അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു. NSS തലശ്ശേരി താലൂക്ക് യൂണിയൻ പ്രസിഡന്റും ഡയറക്ടർ ബോർഡ് അംഗവുമായ MP ഉദയഭാനു ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് തന്നെ ഞാൻ പങ്കെടുക്കുന്ന കരയോഗ മീറ്റിങ്ങുകളിലൊക്കെ, പ്രത്യേകിച്ച് തലശ്ശേരി താലൂക്കിലെ എല്ലാ കരയോഗ മീറ്റിങ്ങുകളിലും ഇതിനു മുമ്പേ നടന്ന മീറ്റിങ്ങുകളിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ തന്നെ കഴിഞ്ഞ ഇലക്ഷന് തൊട്ട് മുമ്പേ നടന്ന പനത്തടി, കാസർഗോഡ് മേഖലയിലെ പനത്തടി മേഖലാ സമ്മേളനം ഞാൻ തന്നെയായിരുന്നു ഉദ്ഘാടനം. ആ സമയത്ത് ആ കാര്യങ്ങൾ അതിൽ ആയിരക്കണക്കിന് ജനങ്ങൾ പങ്കെടുത്ത ഒരു മേഖലയാണ്. അവിടെ ഇതേ വിഷയങ്ങൾ വ്യക്തമായ രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. കാരണം ശബരിമല എന്നത് നായർ സർവീസ് സൊസൈറ്റിയുടെ ഒരു വികാരമാണ്. കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകരിക്കുന്നതിന് മുഖ്യമായി പങ്കുവഹിച്ചത് നായർ സർവീസ് സൊസൈറ്റിയാണ്. അന്ന് ഈ ക്ഷേത്രങ്ങൾ, തിരുവിതാംകൂർ മേഖലയിലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ സാമ്പത്തികമായി ഉന്നമനമുള്ള ഒട്ടനവധി ക്ഷേത്രങ്ങളുണ്ട്. പക്ഷെ സാമ്പത്തികമായി വളരെ പിറകോട്ടുള്ള ഒട്ടനവധി ക്ഷേത്രങ്ങളുണ്ട്. ഇതിനെയൊക്കെ ഒന്നിച്ചു കൊണ്ടുവന്ന് ഉള്ളതിൽ നിന്നും ഇല്ലാതിലേക്ക് കൊടുത്തുകൊണ്ട് തന്നെ എല്ലാ ക്ഷേത്രങ്ങളും പുനരുദ്ധരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മന്നത്ത് പത്മനാഭന്റെ ഒരു പ്രപ്പോസൽ വെച്ചപ്പോഴാണ് ആദ്യത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വേണം എന്നുള്ള തീരുമാനമെടുക്കുകയും ആ ബോർഡിലുള്ള ആദ്യത്തെ പ്രസിഡന്റായി ശ്രീ മന്നത്ത് പത്മനാഭൻ, നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനായ ശ്രീ മന്നത്ത് പത്മനാഭൻ തന്നെ അതിന്റെ പ്രസിഡന്റായിക്കൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലവിൽ വരികയും ചെയ്തു. അന്ന് മുതൽ ഇന്ന് വരെ ക്ഷേത്ര വികസനത്തിന് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളിലും നായർ സർവീസ് സൊസൈറ്റി മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശബരിമല ക്ഷേത്രം എന്ന് പറയുന്ന നായർ സർവീസ് സൊസൈറ്റിയുടെ ഒരു വികാരമായി തന്നെ നമ്മൾ അതിനെ കാണുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കരയോഗം പ്രസിഡന്റ് ബിജോയ് S നമ്പ്യാർ അധ്യക്ഷനായി. സെക്രട്ടറി VK രാജീവൻ നമ്പ്യാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തലശ്ശേരി താലൂക്ക് യൂണിയൻ അംഗങ്ങളായ K പ്രഭാകരൻ നമ്പ്യാർ, രമേശ് കുമാർ, വനിതാ സമാജം പ്രസിഡന്റ് PV ശോഭന എന്നിവർ സംസാരിച്ചു. ജോയിന്റ് സെക്രട്ടറി സുജിത് നമ്പ്യാർ സ്വാഗതവും SM ഗംഗാധരൻ നമ്പ്യാർ നന്ദിയും പറഞ്ഞു. ജീവിതാസ്വാദനം എന്ന വിഷയത്തിൽ സന്തോഷ് ഇല്ലോളി മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ നാടിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും സമസ്ത മേഖലയിലും, സമൂഹത്തിന്റെ സമസ്ത മേഖലയിലും ഉജ്ജ്വലമായ വിജയം കൈവരിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ കുട്ടികളെന്ന് പറയുന്നത്. പക്ഷെ അതേ അവസരത്തിൽ തന്നെ നമുക്കിടയിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മെ വളരെ അസ്വസ്ഥപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒരു സത്യം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏറ്റവും ഉജ്ജ്വലമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കേരളം ലോകത്തിന് തന്നെ മാതൃകയായ കേരളത്തിലാണ് കരുതാത്ത പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. മദ്യം ഉപയോഗിക്കുന്ന കുട്ടികളുടെ എണ്ണം എത്രമാത്രം വർദ്ധിച്ചു വരുന്നു. കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വല്ലാത്ത രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഇന്ന് കുടുംബ കോടതികളിൽ ജഡ്ജിമാർക്കൊന്നും തന്നെ വിശ്രമമില്ല. അത്രമാത്രം കേസുകളാണ്. ഒരു വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്ന തരത്തിലേക്കുള്ള കേസുകൾ വർദ്ധിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ മാനസിക ആരോഗ്യ കേന്ദ്രങ്ങൾ വർദ്ധിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ മാനസിക വെല്ലുവിളികൾ ഉള്ള ആളുകൾ വർദ്ധിച്ചു വരുന്നു. നമ്മുടെ വൃദ്ധജനങ്ങളെ സംബന്ധിച്ച് അവർ നടന്നു വന്ന സമീപനം വർദ്ധിച്ചു വരുന്നു. കേരളത്തിൽ അനാഥാലയങ്ങൾ വർദ്ധിച്ചു വരുന്നു. അപ്പം ഇതൊക്കെ നമ്മൾ സൂചിപ്പിക്കുമ്പോഴും ഇതൊക്കെ നമ്മൾ കാണുമ്പോഴാണ് നമ്മൾ തീർച്ചയായും ഇത്തരം അവസരങ്ങളിൽ, ഇത്തരം കുടുംബ സംഗമങ്ങളിൽ നമ്മുടെ തലമുറയെക്കുറിച്ച്, മൂല്യബോധത്തെക്കുറിച്ച്, ധാർമ്മികതയെക്കുറിച്ച് ഒക്കെ ചിന്തിക്കേണ്ടതിന്റെ ആവശ്യം എന്ന് പറയുന്നത്. കരയോഗം അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂ ഇയർ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് നടന്നു.
വടക്കേ പൊയിലൂർ കുരുടൻകാവിൽ ആറാട്ട് മഹോത്സവത്തിന് തുടക്കമായി. കഴിഞ്ഞ 2 ദിവസമായി നടന്ന കളിയാട്ടത്തിന് ശേഷം ആറാട്ട് ഉത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കൊടിമര വരവും കലവറ നിറയ്ക്കൽ ഘോഷയാത്രയും നടന്നു. ചെണ്ടമേളത്തിന്റെയും മുത്തുകുടകളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ക്ഷേത്ര തിരുസന്നിധിയിലേക്ക് നീങ്ങുകയാണ്. ഒരു ദേശത്തിന് കാവലായി കുരുടൻകാവ് തുടർന്ന് ആചാര്യഭരണം, പ്രസാദശുദ്ധി, രക്ഷോക്ഷണ ഹോമം, അസ്ത്രകലശപൂജ, വാസ്തുഹോമം, വാസ്തുബലി, അത്താഴപൂജ എന്നിവ നടന്നു. ഭാരത് മാതാ പൂജയിൽ BSF ജവാന്മാർ പങ്കെടുത്തു. CRPF വനിതാ വിംഗ് മോട്ടോർ സൈക്കിൾ റൈഡർ MK ജിൻസിയും ചടങ്ങിൽ പങ്കെടുത്തു. പരിപാടിക്ക് ക്ഷേത്രം പ്രസിഡന്റ് M സന്തോഷ്, മാനേജിംഗ് ട്രസ്റ്റി O കുഞ്ഞിക്കണ്ണൻ, സെക്രട്ടറി ബിനീഷ്, സ്വാഗത സംഘം ചെയർമാൻ രഞ്ജിത്ത് കൂരാറ, കൺവീനർ PP അജിത്, മറ്റ് ഭാരവാഹികളായ AP ശശി, TP ബാബു, P രാജൻ, PC ബാലൻ എന്നിവർ നേതൃത്വം നൽകി.
കണ്ണൂർ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ 2ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടന്നു. കണ്ണൂർ ഫാമിലി വെഡ്ഡിംഗ് സെന്ററിന്റെ 2ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. ഫാമിലി വെഡ്ഡിംഗ് സെന്റർ ചെയർമാൻമാരായ കലീൽ ഇമ്പിച്ചി അഹമ്മദ്, അബ്ദുൽ ഖാദർ, മാനേജിംഗ് ഡയറക്ടർമാരായ അബ്ദുൽ ബാരി, അബ്ദുൽ സലാം, മുജീബ് റഹ്മാൻ, ജനറൽ മാനേജർ റിയാഖത്ത് എന്നിവർ പങ്കെടുത്തു. വാർഷികത്തോടനുബന്ധിച്ച് നടന്ന മോർണിംഗ് മീറ്റിൽ ജീവനക്കാർ വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചു. ജീവനക്കാർക്കായി നടത്തിയ ലക്കി ഡ്രോ നറുക്കെടുപ്പിലൂടെ വിജയികളായ അംഗങ്ങൾക്ക് ചെയർമാൻ ബമ്പർ സമ്മാനങ്ങളും വിതരണം ചെയ്തു. ആനിവേഴ്സറി, ക്രിസ്മസ്, ന്യൂ ഇയർ ഫെസ്റ്റിവൽ സീസണുകളോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി നിരവധി കളക്ഷനുകളും ആകർഷകമായ ഓഫറുകളും ഫാമിലി വെഡ്ഡിംഗ് സെന്ററിൽ ഒരുക്കിയിട്ടുണ്ട്. ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ മിതമായ നിരക്കിൽ ഉപഭോക്താക്കളിൽ എത്തിക്കുക എന്നതാണ് സ്ഥാപനത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് മാനേജ്മെന്റ് പറഞ്ഞു. പരിപാടിയുടെ ഭാഗമായി ഫാമിലി കണ്ണൂർ ബ്രാഞ്ചിന്റെ ആദരമായി ചെയർമാൻമാർക്കും മാനേജിംഗ് ഡയറക്ടർക്കും പ്രത്യേക ആദരവും ഒരുക്കി. പോളി ലാബിന്റെ പുതിയ ബ്രാഞ്ച് പന്തക്കൽ മൂലക്കടവിൽ പോലീസ് സ്റ്റേഷന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. ആരോഗ്യരംഗത്ത് 39 വർഷത്തെ സേവന പാരമ്പര്യമുള്ള പോളി ലാബിന്റെ 15ാമത് ശാഖയാണ് മൂലക്കടവിൽ പ്രവർത്തനം ആരംഭിച്ചത്. പന്തക്കൽ SI PK സുനിൽ പ്രസാദ്, ഡോക്ടർ MS ശാലിൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജനുവരി 15 വരെ എല്ലാവിധ ലാബ് ടെസ്റ്റുകൾക്കും 20% കിഴിവ് ലഭിക്കും. ECG സേവനവും ലഭ്യമാണ്. നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. വീടുകളിലെത്തി സാമ്പിളുകൾ ശേഖരിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. വടക്കേ പൊയിലൂർ കുരുടൻകാവിൽ ആറാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി തൃക്കൊടിയേറ്റം നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. കുരുടൻകാവ് ആറാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി ഗണപതി ഹോമം, ശുദ്ധികലശം, കലശം ആടി ഉച്ചപൂജ എന്നിവ നടന്നു.
സിനിമ, സീരിയൽ, നാടക, സംഗീത രംഗത്തിലൂടെ പ്രശസ്തരായ പ്രദേശത്തെ പ്രതിഭകളുടെ സംഗമവും സംഘടിപ്പിച്ചു. ഉച്ചയ്ക്ക് അന്നദാനവും നടന്നു. വൈകിട്ട് ദീപാരാധന, തൃക്കൊടിയേറ്റം, മുളയിടൽ, അത്താഴപൂജ, വിളക്കിനെഴുന്നള്ളത്ത്, നന്ദഗോവിന്ദം, ഭജൻസും അരങ്ങേറി. പ്രധാന വാർത്തകൾ വീണ്ടും. പാനൂർ മാക്കൂൽ പീടികയിൽ CPM BJP സംഘർഷത്തിൽ സ്ഥാനാർത്ഥികൾക്കുൾപ്പെടെ പരിക്ക്. മൊകേരി ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡ് LDF സ്ഥാനാർത്ഥി റുക്സാനയുടെ വീടിന് നേരെ നടന്ന അക്രമത്തിൽ പ്രതിഷേധിച്ച് നടന്ന പ്രതിഷേധ മാർച്ചിനിടെയാണ് സംഘർഷമുണ്ടായത്. പാറാട്ട് ആഹ്ലാദ പ്രകടനത്തിനിടെയുണ്ടായ അക്രമത്തിൽ അറസ്റ്റ് തുടർന്ന് കൊടുവല്ലൂർ പോലീസ്. കഴിഞ്ഞ ദിവസം 5 CPM പ്രവർത്തകർ അറസ്റ്റ് ചെയ്ത പോലീസ് തിങ്കളാഴ്ച 2 പേരെ കൂടി പിടികൂടി. മാക്കൂട്ടം ചുരം ഹനുമാൻ അമ്പലത്തിന് സമീപം ടൂറിസ്റ്റ് ബസ് കത്തിനശിച്ചു. ഡ്രൈവറും ക്ലീനറും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.